Hi guys, welcome back to Solocoderider. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് എച്ച് പിയുടെ പവിലിയൻ ഗെയിമിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്. എച്ച് പിയുടെ പവിലിയൻ 15EC0101AX എന്നൊരു മോഡലാണ്. ബഡ്ജറ്റ് ഗെയിമിങ്ങിന് പറ്റിയൊരു നല്ലൊരു വേരിയൻ്റ് തന്നെയാണത്. അതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 61,000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ 54,990, അതായത് 54,990 ആണ് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രൈസ് വരുന്നത്. ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ 1,000 ഡിസ്കൗണ്ട് കഴിച്ച് 53,990 ആയി. അത്യാവശ്യം ഒരു 54,000 നല്ലൊരു ബഡ്ജറ്റ് ലാപ്പ് എന്ന് പറയാം. ഇത് 54,000 ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്കിത് കണ്ടത് തന്നെ മനസ്സിലാവും. ഞാൻ എല്ലാം അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്പെക്ക് വരുന്നത് 8GB 1TB ആണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്. പ്ലസ് 4GB NVIDIAയുടെ 1650 ഗ്രാഫിക്സ് ഉണ്ട്. GTX 1650 ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് വിത്ത് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. ലാപ്പ് തുറക്കുക. അത് ലാപ്പ് ഇതിൻ്റെ അവരുടെ പാക്കിങ്, എച്ച് പിയുടെ പാക്കിങ് കുഴപ്പമില്ലാത്ത പാക്കിങ്ങാണ്. നല്ലൊരു പ്രൊട്ടക്റ്റീവ് സ്പോഞ്ചൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ആ എച്ച് പി എന്നുള്ളത് ഒരു ഷെയ്ഡിങ്, മെറ്റലിക് ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് ഒരു ഷൈനിങ് വരും. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പവർ ബിക്ക് വരുന്നത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഒരു 150 വാട്ട് അഡാപ്റ്ററാണ് അതിൻ്റെ കൂടെ വരുന്നത്. പവർ ബ്രിക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു നീറ്റ് ഫിനിഷും വിത്ത് 150 വാട്ട് പവറിലുമാണ് വരുന്നത്. നല്ല ഹാൻഡിൽ ഒതുങ്ങുന്ന ടൈപ്പ് തന്നെയാണ്. നമ്മൾ 150 എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴുള്ള വെയിറ്റ് ഒന്നുമില്ല. പിന്നെ ലാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2.04 kg ആണ് വരുന്നത്. ഇത് വലിയ വെയിറ്റൊന്നും ഇല്ല. ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെയിറ്റാണ്. ഗെയിമിങ് വെച്ചിട്ട് ഒരു വലിയ വെയിറ്റ് അല്ല ഈ ലാപ്പ് തരുന്നത്. ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വെയിറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്. 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ തരുന്നുണ്ട്. ബാറ്ററി ബാക്കപ്പ് യൂസ് ചെയ്തതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒരു 15 days പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ 52.4 ആണ് ഇതിൻ്റെ ലിഥിയം ബാറ്ററി വരുന്നത്. നല്ലൊരു ബാറ്ററി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഒരു കർവിങ് ഡിസൈനും എല്ലാമാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമറ വരുന്നുണ്ട്, വെബ് ക്യാം വരുന്നുണ്ട്. അത് ഒരു നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന വെബ് ക്യാമാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ബെല്ലടിക്കൻ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ളത് ഒരു പോർട്ട്, USB-യുടെ ഒരു പോർട്ടുണ്ട്. പിന്നെ ഒരു പ്ലഗിൻ പോർട്ടുണ്ട്. ഈ സൈഡിൽ തന്നെ 2.1 ആണ് USB പോർട്ട് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു SD കാർഡ് റീഡറിൻ്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ 3.5mm ജാക്ക് വരുന്നുണ്ട്. ടൈപ്പ് C പോർട്ട് വരുന്നുണ്ട്. RJ45. പിന്നെ 3.1ൻ്റെ ഒരു USB പോർട്ട് പ്ലസ് ഒരു HDMI. പിന്നെ ഇതിൻ്റെ സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്യുവൽ അറേ സിസ്റ്റമാണ്. B&Oയുടെ സ്പീക്കറാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത സെയിം ലാപ്പിൻ്റെ അതേ മോഡൽ തന്നെ വരുന്നത്. പിന്നെ ബാക്ക് സൈഡും ആ ലാപ്പിൻ്റെ അത് തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇത് നമുക്കൊന്ന് ഓണാക്കാം. അപ്പോൾ സിസ്റ്റം ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക് ലൈറ്റ് കാണാം. കഴിച്ച ഒരു രക്ഷയില്ലാത്ത ബാക്ക് ലൈറ്റാണ്. പർപ്പിൾ ഷെയ്ഡിൽ നല്ല അടിപൊളി ബാക്ക് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ 2 ലെവലിൽ വരുന്നുണ്ട് ബാക്ക് ലൈറ്റ്. അതായത് ഇതിൻ്റെ ഇപ്പോൾ ബ്രൈറ്റിലാണ് കിടക്കുന്നത്. നമ്മൾ വീണ്ടും ഫംഗ്ഷൻ F5 അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ വേരിയൻറ്റിലേക്ക് പോകും. ഇപ്പോൾ ബൂട്ടിംഗ് ടൈമായി കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ബൂട്ടിങ് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ബൂട്ട് ചെയ്തതിൻ്റെ സെറ്റപ്പ്സൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ബൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നല്ലൊരു വേരിയൻ്റ്, അതായത് അതിൻ്റെ ഇപ്പോൾ ലോ ലൈറ്റിലാണ് ഇട്ടിട്ടുള്ളത്. എന്നാലും അത്യാവശ്യം തന്നെ ബ്രൈറ്റ് ഉണ്ട്. പിന്നെ HP സപ്പോർട്ട് നോക്കാം. HP സപ്പോർട്ടിൽ നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ ഇതാ നമ്മൾ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് 15EC0101AX ആണ് വരുന്നത്. പിന്നെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 8GB റാം, DDR4 പ്ലസ് 1TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. SSD ഇല്ല. SSD നമ്മൾ മേടിച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് ഇതിലുണ്ട്. എക്സ്പാൻഡബിൾ ആണ്.
പിന്നെ എക്സ്പാൻഡ് ഔട്ട് ടു 16 GB ആണ് പറഞ്ഞിട്ടുള്ളത് ലാപ്പിൽ. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത് 4 GB ഗ്രാഫിക്സ് ആണ്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാൻ, പ്രൊസസ്സർ പറയാൻ വിട്ടുപോയി. Ryzen 5, അതായത് AMD Ryzen 5ൻ്റെ 3550H വേരിയൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കാം. ഇതൊരു 4K വ്യൂ ആണ്. നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു 720p വീഡിയോ കൂടി ചെക്ക് ചെയ്യാം. ഇത് 720p വരുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഓവറോൾ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഓവറോൾ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ എങ്ങനെയാണ് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബാറ്ററി ബാക്കപ്പ് യൂസ് ചെയ്തതിന് ശേഷമുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ 15 ഡേ ഒരു 30 days റിവ്യൂവിൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.